അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അപ്പൊ സങ്കീർത്തനക്കാരൻ എന്താ ഓർക്കുന്നേ? വിഷാദിച്ചിരിക്കുമ്പോ എന്തോ ഓർത്താ? എന്റെ താഴോട്ട വാക്യം വായിച്ചാൽ മതി. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും നിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. സങ്കീർത്തനക്കാരൻ വിഷാദിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഓർക്കാനുള്ള സ്ഥല പേരുകളാണ് ഏതൊക്കെയാ? ഒന്ന് യോർദാൻ, ഹെർമോൻ, മിസാർ മല. അപ്പോ ഹെർമോൻ പർവ്വതത്തിൽ നിന്നും ഒഴുകുന്ന ഒരു വെള്ളം അല്ലെങ്കിൽ നദിയാണ് യോർദാൻ നദി. ഇത് അവസാനം ചെന്ന് ചേരുന്ന സ്ഥലമാണ് ചാവുകടൽ എന്ന് പറയുന്നത്. അപ്പോൾ യോർദാൻ നദിയെ കുറിച്ച് ഒരു സങ്കീർത്തനക്കാരൻ ചിന്തിക്കണമെങ്കിൽ ഈ യോർദാൻ നദിക്ക് വളരെയധികമായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഈ സ്ഥലം കടക്കുവാനായിട്ടിടയായി. ഇപ്പൊ യോർദാൻ, യാർദെയിൻ എന്നാണ് ഹീബ്രുവില്. അതിന് ജോ എന്നുള്ള വാക്ക് ഹീബ്രുവിൽ ഇല്ലാത്തത് കൊണ്ട് യോ അല്ലെങ്കിൽ യ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് യാർദെയിൻ എന്ന വാക്കാണ് ജോർദാൻ എന്നുള്ള പദത്തിന് ഹീബ്രുവിൽ വിളിക്കുന്നത്. അതിന്റെ അർത്ഥം താഴേക്ക് ഒഴുകുന്ന എന്ന അവസ്ഥയ്ക്കാണ്. ടു ഡിസെൻഡ് ഫ്രം വൺ പ്ലേസ് ടു ഗോ ഡൗൺ. ഇതിനാണ് ജോർദാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗണ്ട് ഹെർമോൻ എന്ന് ഒഴുകി ഗലീല പ്രദേശത്തുകൂടി സഞ്ചരിച്ച് എവിടെ ചെന്ന് ചേരും? ചാവുകടകളിൽ ചെന്ന് ചേരും. അപ്പോ ഇത് യോർദാൻ എന്ന് പറയുന്നത് മരണ യോർദാനാണ്. എത്ര പേർക്ക് മനസ്സിലായി? മരണ യോർദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സീസൺ ആകുമ്പോൾ കര കവിഞ്ഞൊഴുകും. ഇത് അനേകർക്ക് പ്രാണഭയം ഒരുക്കുന്ന ഒരു സ്ഥലമായി യോർദാൻ. ഈ കര കവിഞ്ഞൊഴുകുന്ന സമയത്തോ ആർക്കും ഇതിനടുത്തേക്കോ ഇതിൽ കൂടെയോ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എല്ലാവരും പേടിയോട് നോക്കിക്കാണുന്ന ഒരു സമയമാണ് ഈ കൊയ്ത്തിന്റെ സമയം എന്ന് പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോശുവ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരം കവിഞ്ഞൊഴുകും. അപ്പോൾ ഈ യോർദാൻ കടക്കുന്നത് ഇമ്പോസിബിൾ ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യോർദാൻ കടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ 40 വർഷത്തെ മരുഭൂ യാത്രയിൽ ഇസ്രായേൽ ജനം കടന്നു വന്ന് നിൽക്കുവാനിടയായ സ്ഥലമാണ് യോർദാന്റെ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ തങ്ങളെ കൊണ്ടുവന്ന് ആക്കി ഇനി അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം തന്റെ ജനത്തെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. യോർദാൻ എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്, ഒരു ലാൻഡ്മാർക്കാണ്. പക്ഷേ ദൈവത്തിന് തന്റെ ജനത്തെ മറ്റൊരു ലെവലിലേക്ക് നടത്തേണ്ടതിനാണ് അവരെ ഈ സാഹചര്യത്തിൽ ദൈവം കൊണ്ടുവരുവാനായിട്ടിടയായി. ഈ വന്നിരിക്കുന്ന ജനമെന്ന് പറഞ്ഞാൽ they are not experienced. ഇവര് പരിചയമില്ല. ഒരു നദി കടക്കുക എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ പരിചയമില്ലാത്തതാണ്. ഇവരുടെ അപ്പന്മാർക്ക് പരിചയമുണ്ട്. എത്ര പേർക്ക് എന്നെ മനസ്സിലായി? ഇതിൽ പരിചയമുള്ള 2 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? ഈ യോശുവ, അടുത്തൊരു പേര് കൂടി കാലേബ്. ഈ 2 ആൾക്കാർ മാത്രമേ ഇതിനു മുൻപ് ഒരു വെള്ളം ക്രോസ് ചെയ്ത് കടന്നിട്ടുള്ളൂ. അത് ചെങ്കടലാണ്. ഇത് പുതിയ തലമുറയാണ്. ഇവർക്കൊരു വെള്ളം താണ്ടി അപ്പുറം കിടക്കുന്ന അവസ്ഥ ഇവർക്ക് പരിചയമില്ല. ബട്ട് ദൈവത്തിന് ഇവരെ കൊണ്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് യഹോവയായ ദൈവം ഇവരോട് പറയുകയാണ്, പെട്ടകം
ചുമക്കുന്ന പുരോഹിതന്മാർ വെള്ളത്തിൽ കാല് ചവിട്ടണം. ആമേൻ. ദൂത ഏറ്റെടുത്തോളാം. ആമേൻ. നിന്റെ മുൻപിലുള്ള ബാരിയന്മേൽ വിശ്വാസത്തോടെ കാൽ വയ്ക്കുവാൻ നീ ഒരുക്കമാണെങ്കിൽ ചിലത് നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകും. ആമേൻ. വിശ്വാസത്തോടെ ചുവട്ട് വെക്കുവാൻ ഞാനും നിങ്ങളും ഒരുക്കമാണെങ്കിൽ അതിന് ദൈവിക ഒബീഡിയൻസ്, ദൈവത്തിന്റെ വാക്യൻ പ്രകാരമുള്ള അനുസരണം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോഴാണ് ആമേൻ ഒരുവന് ആ ജോർദാനിൽ നിന്നും അപ്പുറം കടക്കുമ്പോൾ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ദേശത്ത് എത്തുവാനായിട്ട് ഇടയാകുന്നത്. ഹല്ലേലൂയ. ഈ വാഗ്ദത്ത ദേശത്ത് എത്തുന്നതിന് മുൻപ് അവൻ ഇതുവരെ അനുഭവിച്ചതായ കുറെ കാര്യങ്ങൾ നിന്നുപോയി എന്ന് പറഞ്ഞാൽ, മരുഭൂയാത്രയിൽ ദൈവത്തിൽ നിന്ന് ആഗ്രഹിച്ചതും നേടിയതുമായ ചില കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ മന്ന എല്ലാ ദിവസവും കിട്ടിയതായിരുന്നു, അതവിടെ നിന്നുപോയി. എന്നാൽ നിന്നുപോയതിനെ കുറിച്ചല്ല, ഒരു പുതിയ തുടക്കം തുടങ്ങുവാനാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത, നിന്നുപോയതല്ല ചിന്തിക്കേണ്ടത്, ഒരു പുതിയ ബിഗിനിങ് നിന്റെ ജീവിതത്തിൽ ദൈവം തരാൻ പോവുക. ഹല്ലേലൂയ.